എന്തിനാ മോളെ ഇത്ര സ്പീഡ്? എനിക്കിത് വലിയ ടെൻഷനാ. ഞാൻ ബോംബെക്ക് മടങ്ങിപ്പോയിക്കോട്ടെ. എന്നെ നോക്കാനും സംരക്ഷിക്കാനുമായിട്ട് നീ ഇവിടെ നിൽക്കണമെന്ന് ഞാൻ പറയും. നിന്റെ ഭാഗം അതാണ് പ്രധാനം. പക്ഷെ നീ അതും നോക്കുന്നില്ലല്ലോ മോളെ. എന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ആരാ ഉള്ളത്? ആ റോബർട്ടിനെ ആരോ പോയി. ഇനി അയാളെ കുറിച്ച് ലേഖനങ്ങളും ഫീച്ചേഴ്സും ഒക്കെ തയ്യാറാക്കിയിട്ട് എന്താ കാര്യം? മോളെ, നീ എന്തിനാ ബോംബെക്ക് പോകുന്നത്? ചെയ്ത ജോലി ഫിനിഷ് ചെയ്യാതിരുന്നാൽ? ഓ, ഒന്നുമല്ല, എല്ലാം എനിക്കറിയാം. ഇതൊക്കെ നിന്റെ ഒളിച്ചോട്ടമാണ്, എസ്കേപ്പിസം. നമുക്ക് പോകാം, നേരം വൈകി. ശരി, ഇന്ന് ആഹാരം പുറത്തുനിന്നാവാം. എന്താ അഞ്ചുമോളെ? വേണ്ട വേണ്ട, കുടിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? കുടിയോ? ഇതാര് കുടിക്കുന്നു മോളെ? ഒന്നും എന്നോട് പറയും, ബാറിൽ ചെന്നിട്ടത് 9 ആവും. വേണ്ട വേണ്ട, ഒറ്റ പെഗ് മാത്രം. വേണ്ട എങ്കിൽ ഞാൻ ഇപ്പൊ പോവും. That's my girl. Thank you, thank you, thank you. അല്ല, ഇതാരും ലളിതയോ? എന്താ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കല്ല, അച്ഛനും എന്നിട്ടെവിടെ? ബാറിൽ. ഓ, ധന്യപ്പാർത്തിയാണല്ലേ. വല്ലാത്ത ക്ഷീണം. ഞാനൊരു ദീർഘയാത്ര കഴിഞ്ഞിട്ട് വരിക. എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവനെയും കാണുന്നില്ലല്ലോ. ലളിതയ്ക്ക് ബ്രേസ്ലെറ്റ് അങ്ങ് പിടിച്ചെന്ന് തോന്നുന്നല്ലോ. വേണോ? ഒരു തരട്ടോ? വേണ്ട. ആ, നമ്മൾ പരിചയപ്പെട്ടില്ലല്ലോ. ഐ എം വിജയചന്ദ്രൻ, മാനേജർ, ഫിനിക്സ് എക്സ്പോർട്സ്. ആ, ഞാനെന്റെ കാർഡ്. എന്റെ പേഴ്സും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നല്ലോ. മിസ്റ്റർ വിജയചന്ദ്രൻ, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്? ഞാനോ? അതെ, മനുഷ്യന് സ്വൈരമില്ലാതായി. അയൽവക്കത്തെ വീട്ടിൽ ചെന്ന് അന്വേഷിക്കുക, കാറിൽ വന്ന പുറകെ, ബീച്ചിൽ വന്ന പുറകെ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? കാറിലോ ബീച്ചിലോ? ലളിത എന്തൊക്കെയായി പറയുന്നത്? വേണ്ട, വേഷം വേണ്ട, പറയൂ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അയ്യോ, ആളുകൾ കേൾക്കും. ലളിത എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ വെറുതെ ലളിതയുടെ ഒരു കമ്പനിക്ക് വേണ്ടി. എനിക്ക് നിങ്ങളുടെ കമ്പനി ഇഷ്ടമല്ലെങ്കിലോ? ഓ, ഇറ്റ്സ് ഓൾ റൈറ്റ്. ലളിതയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഇറ്റ്സ് ഓൾ റൈറ്റ്. ഐ എം സോറി. എപ്പോഴെങ്കിലും
മാഡത്തിന് ഇഷ്ടം തോന്നുകയാണെങ്കിൽ ഇത് ഉപയോഗിക്കാം. കുഞ്ഞെ കുഞ്ഞെ കുഞ്ഞു വായിച്ചില്ലേ? ബീച്ചിലെ കൊലപാതകം പുതിയ വഴിത്തിരിക്കുന്നു. ഏത് കൊലപാതകം? ആ കള്ളക്കടത്തുകാരന്റെ കൊലപാതകമേ. പോലീസ് കേരളം മുഴുവൻ വലവിച്ചിരിക്കുക. പക്ഷേ കള്ളൻ വലയ്ക്ക് പുറത്ത്, പോലീസ് വലയ്ക്കകത്ത്. അതാ ഇപ്പോഴത്തെ നില. കുഞ്ഞെ കുഞ്ഞെ നമ്മുടെ ഈ പരിസരവും ആ കൊലപാതകവും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. കുഞ്ഞെ, അല്ല കുഞ്ഞിന് ഞാൻ പറഞ്ഞ വിശ്വാസമായില്ല അല്ലേ? കാരണം ഇവിടെ വെച്ച അയാളെ കാണാതായത്. ഇവിടെ എവിടെയെങ്കിലും വെച്ചായിരിക്കണം ആ കൊലപാതകം നടന്നത്. കൊലപാതകി ആരാണെന്ന് എനിക്കറിയാം. അല്ല, ആളാരാണെന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല. എങ്കിലും ആരായാലും ആ ഒരു മർമാണി വിദഗ്ധന. മർമ്മത്തിലല്ലേ അടി, നിർവന്തനയിൽ ഒറ്റയടിക്ക് ആള് ചാപ്റ്റർ ക്ലോസ്. എനിക്ക് ആ പലഹൃദയജ്ഞാനി ഒരു സംശയമുണ്ട്. ശ്രീയേട്ടന് വേറെ ഒരു ജോലിയില്ലേ? മനസ്സിലായി മനസ്സിലായി. കേട്ടോട്ടല്ലേ? താങ്ക് യു. എവിടെയോ എന്തോ ഒരു കുഴപ്പം. നാശം. അല്ല, ഇതാരും ലളിതയോ? സോറി, ലളിതയുടെ വണ്ടിയാണെന്ന് ഓർത്തില്ല. ഞാൻ എന്റെ വാൻ ബ്രേക്ക് ഡൗൺ ആയി. വിരോധമില്ലെങ്കിൽ അടുത്ത വർക്ക്ഷോപ്പിൽ വരുന്ന ടോപ്പ് ചെയ്യണം. പോന്ന് വയ്ക്കാം. മൗനം സമ്മതം, അതങ്ങനെ. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ തന്നെ. ആ കൊള്ളാമല്ലോ, നല്ല സ്റ്റീരിയോ. ഓണിയും ഇഷ്ടമാണോ? അവരുടെ സ്റ്റൈലൊക്കെ പഴഞ്ഞനായി പോയി. പക്ഷെ എന്നാലും എനിക്കിപ്പോഴും അതൊരു വീക്ക്നെസ്. കണ്ടില്ലേ, കാസറ്റ് ഞാൻ പോക്കറ്റിൽ കൊണ്ടു നടക്കാം. നിർത്തിക്കളഞ്ഞു. നിങ്ങൾ ആരാ? എന്താ നിങ്ങൾക്ക് ജോലി? മറന്നുപോയോ? മൈ നെയിം ഈസ് വിജയ് ചന്ദ്രൻ, ബിസിനസ് മാൻ, എക്സ്പോർട്ടർ. എന്റെ ഈ ബിസിനസ് എന്താണെന്ന് വെച്ചാല് ഈ കശുവണ്ടി ഉണ്ടല്ലോ, കശുവണ്ടി, അതിന്റെ തൊണ്ട് ചക്കിലിട്ടാട്ടി ആ എണ്ണ സിംഗപ്പൂരിലേക്ക് Get അയച്ചേ. out. I say you get out. അല്ല, ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എപ്പോഴും ചോദിക്കണമെന്ന് ഓർക്കും, ലളിതയെ കാണുമ്പോൾ അതങ്ങ് മറക്കും. നിങ്ങൾ എന്തിനാ റോബർട്ടിനെ കൊന്നേ? ശരി, വീണ്ടും കാണാം.
ഒരര കുപ്പികളെ കൊണ്ടുവാ. മതി, ഇനി കാശ് വന്നിട്ട് കുടിച്ചാ മതി. എന്റെ മറ്റോളെനിക്ക് അവൻ തരും. മാറ്റവനോട് വാങ്ങിച്ച് കുടിച്ചാ മതി. ഇനി സാറങ്ങ് പോയാട്ടെ. സാറിന് ആവശ്യമുള്ള കുപ്പി കൊടുത്തേര് കേട്ടോ. കാശൊക്കെ ഞാൻ തരാം, പിടിച്ചോ. പിന്നെ വേണ്ടി വന്നാൽ സാറിന് ഞാൻ ഈ ഷാപ്പ് മൊത്തം മേടിച്ചു കൊടുക്കും. അതേ, സാറ് മോർച്ചറിലെ അറ്റൻഡർ അല്ലേ? അതെ. അതെ, ഈ മോർച്ചറിലെ റോബർട്ടിന്റെ ശവം എന്നെ ഒന്ന് കാണിക്കണം. കാണിക്കാവൂ? കാണിക്കാം, അളിയനെ കാണിക്കാം. ഇതാണ് അളിയ നമ്മുടെ മോർച്ചേരി. ഇവിടെ ഒരു ശവം കാണുന്നില്ലല്ലോടാ നീയല്ലാതെ. അളിയൻ ചെല്ല്. പക്ഷെ അളിയൻ വരുന്നില്ലേ? അയ്യോ, ഇത് സത്യമുള്ള തൊഴില. കുടിച്ചിട്ട് ഞാൻ അകത്ത് വരികയല്ല. അളിയൻ ചെല്ല്, ഞാൻ ഇവിടെ നിന്നോളാം. ഭയങ്കര നാറ്റ. അത് സ്പിരിറ്റിന്റെയാ. കേറിക്കോ. ഉണ്ടണം. ഓ ഇതല്ല. എന്തോ സുകുമാരന്റെ സുഹൃത്തെന്ന് പറയുമ്പോ പത്രപ്രവർത്തകനാണോ? അല്ല, എനിക്ക് ബോംബെയിൽ ബിസിനസ് ആയിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ബോംബെ ചെന്ന് പറ്റിയതാ. ഇനിയിപ്പോ ബിസിനസ് ഒക്കെ നാട്ടിലാകാമെന്ന് വിചാരിച്ചു. ലളിതയെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് വിഷമമുണ്ട്. എനിക്ക് ആകെ ഉണ്ടായിരുന്ന സുഹൃത്തായിരുന്നു സുകുമാരൻ. ലളിതയുടെ കൈകൊണ്ടുണ്ടാക്കിയ ഒരുപാട് ആഹാരം ഞാൻ കഴിച്ചിട്ടുണ്ട് ബോംബെയിൽ ആ, വെച്ച്. അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? മിസ്റ്റർ വിജയചന്ദ്രൻ അവളെ ഒന്ന് ഉപദേശിക്കണം. ഞാൻ പറഞ്ഞു മടുത്തു. ഇവളിങ്ങനെ ബോംബെയിൽ ഒറ്റയ്ക്ക് തുടരുന്നത്, അതും സുകുമാരൻ വർക്ക് ചെയ്ത അതേ പത്രം. മറ്റൊരു വിവാഹം എന്ന് പറയുമ്പോ ഇവൾ എതിർക്കുന്നതും ഇതൊക്കെ കൊണ്ട് തന്നെ. ആ റോബർട്ട് ആണെങ്കിൽ മരിച്ചു. ഇവളിനി ആരോട് പ്രതികാരം ചെയ്യാന്? ഈ ലേഖനമൊന്നും പത്രപ്രവർത്തനമൊന്നും പറഞ്ഞ് അവിടെ ഇങ്ങനെ തുടരുന്നത് മിസ്റ്റർ വിജയചന്ദ്രൻ ഇവിടെ പറഞ്ഞു മനസ്സിലാക്കണം. എനിക്കാണെങ്കിൽ വയസ്സായി. ലളിതയെ ഒന്ന് ഉപദേശിക്കാന്ന് വെച്ചാൽ ഞാൻ വന്നത്. ഞാൻ പറഞ്ഞ ഒരു പക്ഷെ അനുസരിച്ചേക്കും. അവള് വന്നല്ലോ. ഞാൻ ആ വണ്ടി ഒന്ന് മാറ്റിയിട്ട് കൊടുക്കട്ടെ. വാതൊക്കെ തന്നെ ഇട്ടിരിക്കുന്നു. ഗുഡ് ഈവനിങ് മാഡം. എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? ചൂടാകാതെ. ലളിതയ്ക്ക് എന്നെ വേണ്ടെങ്കിലും എനിക്ക് ലളിതയെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഒന്നുമല്ലെങ്കിലും റോബർട്ടിനെ കൊന്ന പാർട്ടിയില്ലേ? അച്ഛനെയും ഞാൻ കമ്പനി അടിച്ചു. സുകുമാരന്റെയും ലളിതയുടെ ഒക്കെ ഫാമിലി ഫ്രണ്ടാണെന്നാണ് ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. മാറ്റി പറയരുത്. ആ, ഗുഡ് ഈവനിങ്. മോളുടെ പേരെന്താ? വിജയചന്ദ്രൻ. ലളിതയുടെ മോളാണല്ലേ? മിടുകി. ആ, അച്ഛൻ കാത്തിരിക്കുന്നുണ്ടാവും. അങ്ങോട്ട് ചെല്ല്. മോളെ, നീ വിജയചന്ദ്രനെ കണ്ടില്ലേ? കണ്ടു. നിന്നെ കാത്തിരിക്കുകയായിരുന്നു.
ഒരു ചായ പോലും കൊടുത്തില്ല. അതിനെന്താ, കുടിച്ചു കളയാലോ. ലളിത വന്നല്ലോ, മധുരാധികം വേണ്ട, അറിയാലോ. മോളി അങ്കിളിനെ ഓർക്കുന്നുണ്ടോ? കള്ളി മറന്നു കളഞ്ഞു കേട്ടോ ലളിതേ. അഞ്ചു എന്നെ മറന്നു. കൊച്ചു പിള്ളേർ അങ്ങനെയാ, കുറച്ചാള് കാണാതിരുന്ന മറന്നു. ലളിത ചായ എടുക്ക്. വരൂ, ഇരിക്കൂ. അപ്പോഴേ സാറേ നമുക്ക് ഹോസ്പിറ്റലിൽ പോണ്ടേ? ആ, പരഹൃദയജ്ഞാൻ. എനിക്ക് പരഹൃദയജ്ഞാനൊന്നും അറിയില്ലല്ലോ ശ്രീകുമാറേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ആഹാ, നിങ്ങൾ പരിചയക്കാരാണ്. പിന്നെ ഞങ്ങൾ അന്നേ പരിചയക്കാരല്ലേ, ഡിയർ ഫ്രണ്ട്സ്. ഹലോ. അതെ അതെ, പോകാം സാർ. ആ, മോളെ ലളിതേ, എന്നാ ഞാനൊരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരാം. നിങ്ങൾ ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇനി എത്തും. പോയിക്കളയരുതേ. ഇല്ല. മോളെ, നീ വരാൻ വൈകുന്നതുകൊണ്ട് ഞാൻ ശ്രീകുമാരനെ. അതെ. ഇനിയിപ്പോ നിങ്ങൾ സംസാരിച്ചിരിക്കും. മോളെ പോണ്ട. ആ, അവളോട് പോരട്ടെ. ഇന്ന് ഞാൻ ഇന്നൊരു ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ള കാര്യമുള്ളൂ. ഞങ്ങൾ ഉടനെ വരും. പോയിക്കളയരുത്. ഇല്ല. എന്താ ചായ ഇടാനത്ര താമസം? നിങ്ങൾ ഏത് മുറി വെച്ചാ റോബർട്ടിനെ കൊന്നത്? ബാത്റൂം വെച്ചാണല്ലേ? എനിക്കറിയാം. നിങ്ങൾ ഒറ്റയ്ക്ക് ആ ഡെഡ് ബോഡി കൊണ്ട് ഈ ബീച്ചിലിട്ടു അല്ലേ? ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. നിക്ക്. രണ്ട് പോസിബിലിറ്റി ആണുള്ളത്. ഒന്നുകിൽ നീ റോബർട്ടിനോട് പ്രതികാരം ചെയ്തതാണ്, അല്ലെങ്കിൽ നീ റോബർട്ടിന്റെ സംഘത്തിൽപ്പെട്ടവളാണ്. അയ്യോ, പണസംബന്ധമായിട്ട് നിങ്ങൾ തകരാറുണ്ടായിരുന്നോ? ഈ ബ്രേസ്ലെറ്റ് കണ്ടോ? അന്ന് രാത്രി ഈ വീട്ടിലെ ബാത്റൂമിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. സത്യമല്ല എന്നോട് തുറന്നു പറഞ്ഞാൽ നിന്നെ ഞാൻ രക്ഷിക്കാം. ആരും എന്നെ രക്ഷിക്കണ്ട. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം പിടുങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണല്ലേ? പോലീസാണെന്ന് തോന്നുന്നു. പോലീസാണ്. പോലീസ് വരട്ടെ, ഞാൻ എല്ലാവരോടും തുറന്നു പറയും. അരുത്, അത് അപകടമാണ്. മാറൂ, നിങ്ങൾ ഞാൻ ഇന്നൊരു പാഠം പഠിപ്പിക്കും. മാറ്. ഇല്ല. എന്താ നിങ്ങൾക്ക് പോലീസിനെ കാണുമ്പോ എത്ര ഭയം? ഇൻസ്പെക്ടർ, എന്നോടൊന്നും പറഞ്ഞില്ലെങ്കിൽ വേണ്ട, പോലീസിനോടൊന്നും പറയരുത്. അത് അപകടമാണ്. പ്ലീസ്, ഒന്നും പറയരുത്. ബി നോർമൽ.